ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളിൽ പെറ്റ്സുകൾ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് അയച്ചു തരാമെന്നാണ്. വീഡിയോ മിനിമം 30 സെക്കൻഡോളം വീഡിയോസ് എടുത്ത് അയച്ചു തരാം. അതേപോലെ യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. ഒരുപാട് ആഫ്രിക്കൻ ലവ് ബേഡുകൾ, നല്ല അടിപൊളി ലവ് ബേഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്ന ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്, വിത്ത് DNA ഉള്ളതാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 1200 രൂപയാണ്. ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് വിത്ത് DNA ഉള്ള ഫീമെയിൽ അഡൾട്ട്. അടുത്തത് നമുക്ക് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഒരു ലുട്ടിനോ പീച്ചും ക്രിമിനോയും ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 2000 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഇവിടുന്ന് എല്ലാ ബേഡും വന്നിരിക്കുന്നത് വിത്ത് DNA അടക്കമാണ് വന്നിരിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പാർ ബ്ലൂ ഒപ്ലൈൻ മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത്. 4 മാസം പ്രായമുള്ള മെയിൽ. ഇതിനവർ ചോദിക്കുന്നത് 4000 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. സിംഗിൾ പീസാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പാർ ബ്ലൂ മെയിൽ 4000 രൂപ. അടുത്ത് വന്നിട്ടുള്ള ഒരു പെയർ എന്ന് പറയുന്നത് യെല്ലോ ബുള്ള് ഫീമെയിലും അതേപോലെ തന്നെ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ വന്നിരിക്കുന്നത് മെയിലാണ് വന്നിരിക്കുന്നത്. വിത്ത് DNA ഉള്ളതാണ് വന്നിരിക്കുന്നത്. 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 5 മാസം പ്രായമായതാണ് ഫീമെയിൽ. അടുത്ത് വന്നിരിക്കുന്നത് സ്പ്ലിറ്റ് ബ്ലൂ സ്പ്ലിറ്റ് ഓഫ് ലൈൻ ഗ്രീൻ ഫിഷർ മെയിലും അതേപോലെ തന്നെ ലുട്ടിനോ ഫിഷർ സ്പ്ലിറ്റ് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഈ പെയറിനും 2500 രൂപ തന്നെയാണ് ഈ പെയറിൻ്റെയും റേറ്റ് വരുന്നത്. ലുട്ടിനോ ഫിഷർ സ്പ്ലിറ്റും അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ. അടുത്ത് വന്നിരിക്കുന്നത് പാസ്റ്റർ ഫിഷർ ഓപ്ലൈൻ സ്പ്ലിറ്റും അതേപോലെ തന്നെ ലുട്ടിനോ ഫിഷർ സ്പ്ലിറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ പെയറിന് അവർ ചോദിക്കുന്നത് 4000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. എല്ലാതും ഒട്ടുമിക്ക 5 മാസം പ്രായമായതാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് സ്പ്ലിറ്റ് ഒപ്ലൈൻ ഗ്രീൻ ഫിഷറും അതുപോലെ ആൽബിനോ സ്പ്ലിറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്നത് 2500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന പെയർ ലുട്ടിനോ ഫിഷറും അതേപോലെ തന്നെ ആൽബിനോ സ്പ്ലിറ്റുമാണ് വന്നിരിക്കുന്ന പെയർ. ഇതും 5 മാസം പ്രായമായതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 2500 രൂപ തന്നെയാണ് ഈ പെയറിൻ്റെയും റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ബേഡ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പെയറിന് 2500 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡിൽ ഒരു ക്രിമിനോയും ഒരു മാവോയുമായിട്ടുള്ള പെയറാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്നത് 2000 രൂപയാണ് ഈ ബേഡിൻ്റെ റേറ്റ് ആയിട്ട്, ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ 2000 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് ട്രൂ ബ്ലൂ സീരീസ് ബേഡുകളാണ് വന്നിരിക്കുന്നത്. ഒരു ഫീമെയിലും 2 മെയിൽസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 ബേഡ് കൂടി 4200 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ചിലപ്പോൾ പേരുകൾ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാനാണ്. ഒരുപാട് പെയറുകൾ നമുക്ക് വിത്ത് DNA ഉള്ള ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ കറക്റ്റാണ്. പേര് പറഞ്ഞത് ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിത്ത് DNA ഉള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത്. ഇതിന് 4200 രൂപ. എല്ലാ ബേഡുകളും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 ബേഡിനും കൂടിയാണ് അവർ 4200 രൂപ ചോദിക്കുന്നത്. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലോങ് കോട്ടിൻ്റെ മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. വിത്ത് KCI സർട്ടിഫൈഡ് പപ്പീസാണ് വന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ പാരപ്പിള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 20000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡ് ലോങ് കോട്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. 20000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ലോങ് കോട്ടിൻ്റെ സർട്ടിഫൈഡ് പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ലാബിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുള്ളത്. കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 8000 രൂപയാണ്. 8000 ആണ് ഈ ലാബിൻ്റെ ഫീമെയിലിന് അവർ ചോദിക്കുന്നത്.
ഓൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല, ഡയറക്റ്റ് നിന്ന് എടുക്കേണ്ടി വരും. കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി എന്ന ലൊക്കേഷൻ. 8,000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ ഒരു ഫീമെയിൽ കിറ്റനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3 മാസം പ്രായം കഴിഞ്ഞത്. പാലക്കാട് ജില്ലയിൽ നെന്മാറയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വെറും 3000 രൂപയാണ് ഈ ഫീമെയിൽ കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി കളർ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു കിറ്റൻ, ഫീമെയിൽ കിറ്റൻ 3000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫീമെയിൽ കിറ്റൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിൽ പോസ്റ്റ് അല്ല, ഒരു സ്റ്റഡ് സർവീസാണ്. തിരുവനന്തപുരം വെല്ലുവിളിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഡോബർമാൻ്റെ സ്റ്റഡ് സർവീസൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ സ്റ്റഡ് ചാർജായിട്ട് വാങ്ങുന്നത് 1000 രൂപയും ഒരു പപ്പിയാണ് പപ്പി കണ്ടീഷനാണ്. സ്റ്റഡ് സർവീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡോബർമാൻ്റെ നല്ല അടിപൊളി ഒരു ഡോബർമാൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത്, ടാൻ കളറ്. അപ്പോൾ തിരുവനന്തപുരം ഏരിയയിലൊക്കെ സ്റ്റഡ് സർവീസൊക്കെ ഡോബർമാൻ്റെ അന്വേഷിക്കുന്നവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 1000 രൂപയും ഒരു പപ്പിയാണ് അതിൻ്റെ സ്റ്റഡ് ചാർജായിട്ട് അവർ വാങ്ങുന്നുള്ളൂ ഡോബർമാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ സ്റ്റഡ് സർവീസിൻ്റെയൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല വീഡിയോസ് മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. സ്റ്റഡ് സർവീസിൻ്റെ തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഡോബർമാൻ 1000 രൂപയും ഒരു പപ്പി കണ്ടീഷനാണ് സ്റ്റഡ് ചാർജ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പ്രാവുകൾ, ക്വാളിറ്റി ബേഡുകൾ ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫാൻറ്റെയിലിൻ്റെ ഒരു ഓപ്പ് ലൈനും അതേപോലെ തന്നെ ഓപ്പ് ലൈൻ മെയിലും ചെക്കർ ഫീമെയിലായിട്ടുള്ളൊരു 7 ഫെദർ പെയറാണ് വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്നത് 2500 രൂപയാണ് ഈ ഫാൻറ്റെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് റെഡ് മുദീന, 2 മെയിൽസാണ് വന്നിരിക്കുന്നത്. 2 മെയിൽ ബേഡുകൾ റെഡ് മുദീന, നല്ല അടിപൊളി മുദീനയാണ് വന്നിരിക്കുന്നത്. രണ്ടും കൂടി 1000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ റെഡ് മുദീന. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാൻറ്റെയിലിൻ്റെ ഓപ്പ് ലൈൻ കളറ്, ഓപ്പ് ലൈനിൻ്റെ 2 ചിക്സാണ് വന്നിരിക്കുന്നത്. 4 ഫെദറായിട്ടുള്ള 2 ചിക്സ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 3000 രൂപയാണ്. 3000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അവിടെ നിന്ന് വന്നിരിക്കുന്നത് റെഡ് ഹോമറിൻ്റെ 2 ഫീമെയിൽസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഈ രണ്ടും കൂടി 3000 രൂപയാണ് ഈ റേറ്റ് ചോദിക്കുന്നത്. 3000 രൂപ. രണ്ടും ഫീമെയിൽസാണ്. രണ്ടെണ്ണത്തിനും കൂടി 3000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ആൽമണ്ട് കളർ സാറ്റിൻ മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 2500 രൂപയാണ്. ഈ ആൽമണ്ട് കളർ സാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 2500 രൂപ മെയിൽ ബേഡ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 2 പെയറാണ് വന്നിരിക്കുന്നത്. ചൈനീസ് ഔളിൻ്റെ 2 പെയർ ചെക്കറും അതേപോലെ തന്നെ ഒരു ആൽമണ്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ 4 കൂടി അവർ 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ചൈനീസ് ഔളുകൾ 2 പെയർ 2500 രൂപ. 2 പെയറും കൂടി 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അടുത്ത് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ഒരു ഗ്രേ ബാറാണ് വന്നിരിക്കുന്നത്. ഇതിന് പെയറിൻ്റെ റേറ്റ് 2500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ബേഡാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ 2500 രൂപ. അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സാറ്റിൻ്റെ 2 പെയറാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ബാർ 2 പെയറും കൂടി 2500 രൂപയാണ് അവർ ചോദിക്കുന്നത്. 2 അഡൽട്ട് പെയറുകൾ കൂടി 2500 രൂപ. ഇത് ഫസ്റ്റ് പെയർ. അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു പെയറാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 പെയറും കൂടി 2500 രൂപയാണ് സാറ്റിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബേഡുകളാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് കുറ്റിക്കാടാണ് പ്രോപ്പർ ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാ ബേഡും ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ഒരു ഗ്രേ ബാറിൻ്റെ ഒരു മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്.
അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതേപോലെ നല്ല മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം. റേറ്റ്, പ്ലേസ് കാര്യങ്ങൾ അയക്കാൻ മറക്കരുത്. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.